നമ്മുടെ മിഠായി കൂട്ടത്തിന്റെ ഒരാളുടെ പാട്ട് കേൾക്കാൻ വേണ്ടിട്ട് പ്രേക്ഷകരും നമ്മളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ലിറ്റിൽ ഏഞ്ചൽസ് ദ്വിതികുട്ടീനെ വിളിക്കട്ടെ. വെൽക്കം ദ്വിതി. ഹലോ. അല്ല ഇത് എത്ര വർഷത്തിന് മുമ്പ് മേടിച്ച ഉടുപ്പാ മക്കളെ? പുതിയ ഉടുപ്പൊന്നും മേടിച്ചു തന്നില്ലേ? ആരും ഒന്നും വാങ്ങിച്ചു കൊടുത്തില്ല. ലാസ്റ്റ് വാങ്ങിച്ച ഉടുപ്പായി ഇത്. അങ്ങനെ പറ്റിക്കാൻ പറ്റുമോ? ഞങ്ങളുടെ ഇത് പണ്ട് വാങ്ങിച്ചതൊന്നുമല്ല, ഇപ്പൊ വാങ്ങിച്ചതാണ്. അമ്മ പറഞ്ഞു. ഡേറ്റ് പറ. ഏത് ഡേറ്റാ? ഡേറ്റ് പറ. ഡേറ്റ് ഏത് മാസം പറ. അത് അമ്മയ്ക്ക് അറിയത്തുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഫെബ്രുവരിയിലാണോ വാങ്ങിയത്? അല്ലേ? അല്ല, അറിയില്ല. മാർച്ചിലാ അല്ലേ? മാർച്ചിലാണോ വാങ്ങിയത്? മാർച്ച് ചെയ്ത് പോയി. ഇനി സെപ്റ്റംബറിനും കൂടി പറ. സെപ്റ്റംബറിലാ. ഫെബ്രുവരി 31-ാം തീയതി വാങ്ങിച്ചു കേട്ടോ. മേടിക്കാൻ പറ്റിയ നല്ല നല്ല ദിവസാ. നല്ല മുഹൂർത്തമുള്ള ദിവസം. അല്ല, ഞാനൊരു കാര്യം അറിഞ്ഞു. പല സ്ഥലങ്ങളിലും പോയി ഉദ്ഘാടനവും പ്രസംഗവും. പിന്നെ ഇഷ്ടം പോലെ ലക്ഷക്കണക്കിന് പൈസ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. സത്യമാണോ? അതെന്താ? എല്ലാം കാണാതെ പഠിച്ചിട്ടുണ്ട്. പേര് മാത്രം മാറ്റിയാ മതി ഈ പരിപാടിയിൽ. അല്ല, അങ്ങനല്ല. ഇന്ന് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ മാന്യ വ്യക്തികൾക്കും സ്വാഗതം. അങ്ങനെ പറഞ്ഞ് പഠിച്ചു വെച്ചിരിക്കുകയാണ്. ഒരു സ്കൂളാണെന്നുണ്ടെങ്കിൽ അപ്പൊ ആ സ്കൂളിന്റെ അവിടെ ഗ്യാപ്പ് ഇട്ടേ. ഇന്ന സ്കൂൾ. ആ സ്കൂൾ അങ്ങോട്ട് വെച്ചാ മതി. കട്ട് ആൻഡ് പേസ്റ്റ്. അപ്പൊ അങ്ങനെ പലതും പഠിച്ചിങ്ങനെ വെച്ചിട്ട്. എത്ര രൂപ മേടിക്കുന്നു മക്കളെ ഉദ്ഘാടനത്തിനൊക്കെ? അത് അച്ഛനോട് ചോദിക്കണം. അച്ഛനോട് ചോദിക്കണം. കുഞ്ഞിനോട് പറയാറില്ല അത്. കുറച്ച് സീരിയസ് ആയി അല്ലേ ഈ എന്ത് പറ്റി? ഉദ്ഘാടനമൊക്കെ വന്നപ്പോഴത്തേക്ക് സീരിയസ്. ഞാനൊരു കാര്യം, ഞാൻ ദ്വിതികുട്ടിയുടെ വീട്ടിൽ പോയി. എന്നിട്ട് എനിക്ക് എനിക്ക് ഒരു മാലയും കമ്മലും ഒക്കെ വാങ്ങി തന്നു. 2 എണ്ണം വാങ്ങി തന്നു. എന്നിട്ട് എനിക്ക് കഴിക്കാൻ കുറെ ഫുഡൊക്കെ തന്നു. എനിക്ക് പിന്നെന്താ വീടൊക്കെ ഫുള്ള് കാണിച്ചു തന്നു. പുതിയ വീട് വെച്ചപ്പോ. അയ്യോ, വീട് എവിടെയായിരുന്നു? അങ്കമാലിയില്. ശരിയാ. അത് ശരിയാണോ? എന്റെ അമ്മാവന്റെ വീട് അതാണ്. അതല്ല, ഞാൻ ശരിക്കും പോയി. ഇല്ലേ? ശരിക്കും വന്നു. ശരിക്കും വന്നു ഞാൻ. അല്ല മോളെ, ഞാനൊരു കാര്യം ചോദിച്ചു. ഞങ്ങളെ ഒന്നും മനുഷ്യരായിട്ട് തോന്നുന്നില്ല മക്കൾ. ഞങ്ങളെ ഈതനടെ അങ്ങോട്ട് പോയത്? കൊച്ചിന്റെ വീട് അവിടെയാന്ന് അറിഞ്ഞു. ചുമ്മാ ഫ്രീ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കാല്ലേ? അയ്യോ, അങ്ങനെയല്ല, ഞാൻ സ്നേഹം കൊണ്ടാണ്. അതായത് കൊച്ചു പറഞ്ഞു ഇവിടെ വന്നു കഴിഞ്ഞാൽ മാലയെ കമ്പലൊക്കെ അമ്മ വാങ്ങി വെച്ച ചേച്ചി എത്രയും പെട്ടെന്ന് എത്തണം. വണ്ടി എടുത്തു. അയ്യോ, അങ്ങനെയല്ല. എനിക്ക് അങ്കമാലി ഞാൻ ഒരു പ്രോഗ്രാമിന് പോയി. അപ്പൊ ദ്വിതികുട്ടിയുടെ വീട് അവിടെ തൊട്ടടുത്തായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ സ്കൂളിൽ അവിടെ തന്നെയായിരുന്നു. അന്ന് ആനിവേഴ്സറി ആയിരുന്നു ദ്വിതികുട്ടിയുടെ സ്കൂളില്. രണ്ടുപേരും ഇത് തന്നെ കേട്ടോ. ഒരാളെ മാത്രം പറയണ്ട. ഒരാള് സ്കൂളിന്റെ ഇപ്പുറത്ത് ഉദ്ഘാടനം, ഒരാള് സ്കൂളിൽ ഉദ്ഘാടനം. ഈനൂട്ടി ഡെയിലി പ്രോഗ്രാംസ് ആണ്. പക്ഷെ ഇതേപോലെ തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അച്ഛനെ അറിയാം. അതങ്ങനെയാ, അത് അതിന്റെ ഒരു രീതിയാണ്. അപ്പൊ ഏത് പാട്ടാ പാട് നമ്മളെ? കണ്ണിനും കണ്ണാടിക്കും. കണ്ണിനും കണ്ണാടിക്കും. കാണാത്തിടത്തൊരു. കാണാത്തിടത്തൊരു കിളിയുണ്ടെന്നല്ലേ? അല്ല. കിളി പോയെന്ന്? അല്ല. പിന്നെ കുരുമുളക്. കുരുമുളക്. വെരി ഗുഡ് മക്കളെ, നല്ല പാട്ടാ. കണ്ണിനും കണ്ണാടിക്കും കാണാത്തിടത്തൊരു കുരുമുളക്. വെരി ഗുഡ്. എന്നാ പോരട്ടെ കുരുമുളക്. പാടാ. താങ്ക് യു. കുരുമുളകല്ല മോളെ, കുരുമറുക. കണ്ണാനും കണ്ണാടിക്കും കാണാത്തിടത്തൊരു കസ്തൂരി മറുകുള്ള വർണ്ണക്കിളി. ഈ കസ്തൂരി മറുകിനാണ് മക്കള് പറഞ്ഞ കുരുമുളക്. എന്താ കുറച്ച് തമാശ കൂടുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഇല്ലാതില്ല.